ഹലോ, ഞാൻ ഇന്നും ഒരു കൊങ്ങിണി ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വെണ്ടയ്ക്ക കൊണ്ടൊരു ഡിഷാണ്, ബെൻഡേ സസം എന്ന് പറയും. അപ്പം അതിനു വേണ്ടി എല്ലാവർക്കും ബിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു 4 വെണ്ടയ്ക്ക, 2-3 പേർക്ക് കഴിക്കാനുള്ള ഇതിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം 4 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി ഇതുപോലെ വട്ടത്തിനരിഞ്ഞ് ഒരു 1/4 ടീസ്പൂണ് ഉപ്പും അതിനകത്തിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അത് ഉപ്പ് നന്നായിട്ടൊന്ന് അതിനകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു ചെറിയ ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ കുറച്ച് പുളി എടുക്കണം. പിഴിയുന്ന പുളിയാണ്. അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അത് കുതിരാൻ വെക്കണം. അപ്പം കുറച്ച് നേരം ഉപ്പ് പുരട്ടിയൊക്കെ വെക്കണം ഈ വെണ്ടയ്ക്ക, എന്നാലേ അത് ആ കറിക്ക് ശരിയാകത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കണം. വറുക്കുന്നത് കുറച്ച് എണ്ണയിൽ ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് അത് കുറച്ചായിട്ടോ ഒന്ന് ബ്ലാക്ക് കളറിൽ വറുത്തെടുക്കണം. നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന രീതിയിൽ വറുത്തെടുക്കണേ. അപ്പം ഞാനത് കാണിക്കാം. അപ്പോൾ ഞാനിത് ഒറ്റ തവണ ഇടാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് വറുത്തെടുക്കാനായിട്ട് ചീനിച്ചട്ടിയിൽ അത് വറുക്കുന്ന പാകത്തിന് എണ്ണ ഒഴിച്ചിട്ട് വറുക്കാനിട്ടു. ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അതിന് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണ് തേങ്ങ ചിരവിയതും എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ കാശ്മീരി ചില്ലി ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല മുളക് പൊടിയും എടുത്തിട്ടുണ്ട് എരിവിന് വേണ്ടി. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് നമുക്കൊരു തേങ്ങ ഒരു കുറച്ച് ആവശ്യത്തിന് വെള്ളം, അത് അരയ്ക്കാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. വേറെ ഇതിനകത്തൊന്നും ഇടാറില്ല. ചിലവർ മഞ്ഞൾപ്പൊടി ഇടും. ഞാനിവിടെ ഉണ്ടാക്കുന്നത് മഞ്ഞൾപ്പൊടി ഇടാറില്ല. അത് ഈ ഒരു പരുവത്തിൽ അരച്ച് മാറ്റി വയ്ക്കുക. ഇനിയിപ്പം അപ്പോഴത്തേക്കും നമ്മൾ വറക്കാനിട്ട വെണ്ടയ്ക്ക നല്ല റോസ്റ്റായി ഈ ഒരു പരുവത്തിന് നമുക്ക് വറുത്ത് കോരി ഒരു പാത്രത്തിനകത്തോട്ട് വയ്ക്കാം. നല്ലൊരു ഡിഷാണ് ഇത്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഡിഷസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം എൻ്റെ വീഡിയോസൊക്കെ കിട്ടണമെങ്കിൽ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസൊക്കെ കിട്ടൂ. അപ്പം കമൻറ്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ഇടുക. അപ്പോൾ ഞാൻ വല്ല ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. ഇങ്ങനത്തെ പല ഡിഷസും ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം നമ്മൾ അതൊക്കെ ഒരു പാത്രത്തിൽ വെണ്ടയ്ക്ക വറുത്ത് കോരി പാത്രത്തിലിട്ടു. പിന്നെ അതിനകത്തോട്ട് നമുക്ക് പുളിവെള്ളം ഒഴിക്കണം. പുളിവെള്ളം ഒഴിച്ചിട്ട് ചെറിയ മീഡിയം ഫ്ലെയിമിലാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പം ഗ്യാസ് കത്തിച്ച് അതൊന്ന് തിളയ്ക്കാൻ വെക്കണം. മനസ്സ് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ച അരപ്പില്ലേ അതും കൂടി ചേർക്കണം. നമ്മൾ ഈ വെണ്ടയ്ക്കായ്ക്ക് ഉപ്പ് പുരട്ടി വെച്ചിട്ടാണല്ലോ വറുത്തെടുത്തത്. അതുകൊണ്ട് ഉപ്പിടുന്നത് നോക്കിയിടണം. ഈ ഒരു അരപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു തിള വന്നു കഴിഞ്ഞിട്ട് ഒന്ന് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പ് പാകത്തിനുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ ആ സമയത്ത് ഉപ്പിടണം. ഓക്കെ, അത് മറക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ ഇച്ചിരി ഒഴിച്ചുകറി പോലെയാണ് ഉണ്ടാക്കിയത്. ഇതെന്നാൽ കുറുക്കി ഉണ്ടാക്കാം, സൈഡ് ഡിഷ് പോലെയൊക്കെ ഉണ്ടാക്കാം. നല്ലൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ പുളി ഇഷ്ടമില്ലാത്തവർക്ക് ഈ അരപ്പ് ചേർത്തിട്ട് വെണ്ടയ്ക്കായും അരപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് അത് താഴെ എടുത്ത് വെച്ചിട്ട് തൈര് ഒഴിക്കാൻ വേണമെങ്കിൽ തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ കടുക് വറുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഇത് നമുക്ക് തിളയ്ക്കാൻ കൊടുക്കാം. ഇപ്പം തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ഇച്ചിരി കൂടെ ഉപ്പ് വേണമായിരുന്നു. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ കൂടെ ഉപ്പിട്ടിട്ടുണ്ട്. ഇപ്പം കറക്റ്റ് പാകത്തിന് ഉപ്പായി. ഇനി നമുക്കിത് ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് ഒന്ന് കുറുക്കി അത് താഴെ എടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിത് കടുക് വറുക്കണം. ഇതിന് കടുക് വറുത്ത് കഴിയുമ്പം അത്രയേ ഉള്ളൂ. ഇതിൻ്റെ പാചകം സിമ്പിളാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതൊരു പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. വീട്ടിൽ പച്ചക്കറി വേറെ ഒന്നും ഇല്ലെങ്കിൽ വെണ്ടയ്ക്ക മാത്രമേ ഉള്ളെങ്കിൽ ഇത് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കുക. ഒരു വെറൈറ്റി ഡിഷാണ്. അപ്പം നമുക്ക് ഇതൊന്ന് കടുക് വറുക്കാം. അതിന് വേണ്ടി ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഒരു ടീസ്പൂൺ നമ്മൾ ആ വറുത്തെടുത്ത മുമ്പ് വെണ്ടയ്ക്ക വറുത്ത എണ്ണ ബാക്കി കാണുമല്ലോ, അതിനകത്ത് തന്നെ കടുക് വറുത്താൽ മതി.
അപ്പോൾ എണ്ണയും വേസ്റ്റ് ആകത്തില്ല. അപ്പം കടുക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഞാനിവിടെ ഉലുവയാണ് ഇടുന്നത്. ഉലുവ ഇഷ്ടമില്ലാത്തവർക്ക് ഉഴുന്നായാലും ഇട്ടാൽ മതി. എന്നിട്ട് അതൊന്ന് കളർ ചേഞ്ച് ആകുമ്പം കറിവേപ്പിലയും ഒരു വറ്റൽമുളകും ഇട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്യണം. അപ്പോഴത്തേക്കും ആ എണ്ണ ചൂടായിട്ടുണ്ട് ഇരിക്കുന്ന സമയമല്ലേ, അപ്പോൾ അതിനകത്ത് തന്നെ ആ മുളകിൻ്റെയും കറിവേപ്പിലയുടെയൊക്കെ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാകും. അത് കഴിഞ്ഞിട്ട് നമുക്കത് കറിയിലോട്ട് ഒഴിക്കാം. ഇപ്പം കണ്ടു സൂപ്പറായിട്ടുള്ള നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. വേറൊരു ഡിഷുമായി കാണുന്നത് വരെ ബായ്.